യുഎസിലെ ലോസ് ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനാകാതെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗികമായി 7 പേരുടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും യഥാർത്ഥ മരണം ഇതിലും എത്രയോ ആണെന്നാണ് അധികൃതരുടെ വിശദീകരണം. 10,000-കണക്കിന് ആളുകളെയാണ് തീപിടുത്തം ബാധിച്ചിട്ടുള്ളത്. ദുരന്തത്തിന്റെ നാശം കാണുമ്പോൾ ഒരു അണുബോംബ് വിട്ടതുപോലെയാണ് തോന്നുന്നതെന്ന് ലോസ് ആഞ്ചലസ് നിയമനിർവ്വഹണ ഏജൻസി മേധാവി റോബർട്ട് ലൂണ പറഞ്ഞു. ആധുനിക യുഎസ് ചരിത്രത്തിലെ ഏറ്റവും നാശനഷ്ടം വരുത്തിയ ദുരന്തമാണ് ലോസ് ആഞ്ചലസിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. $150 ബില്യൺ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കുന്നത്. ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ ഉൾപ്പെടെ 5000-ലേറെ കെട്ടിടങ്ങളും മറ്റും കത്തി നശിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. തെക്കൻ കാലിഫോർണിയയിൽ 6 മാസത്തേക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുടെ ചെലവിന്റെ 100% സർക്കാർ വഹിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാനും കുടുംബങ്ങളെ സംരക്ഷിക്കാനും ആവശ്യമായതെല്ലാം ചെയ്യാൻ അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനായി ഒരു ചെലവും ഈടാക്കരുതെന്നും നിർദ്ദേശം നൽകിയതായും ബൈഡൻ അറിയിച്ചു. ആന്റണി ഹോപ്കിൻസ്, ജോൺ ഗുഡ്മാൻ, അന്ന ഫാരിസ്, മാൻഡി മൂർ, കാരി എൽവിസ്, പാരിസ് ഹിൽട്ടൺ, ബില്ലി ക്രിസ്റ്റൽ, മൈൽസ് ടെല്ലർ തുടങ്ങി ഹോളിവുഡിലെ പ്രമുഖരുടെ വീടുകൾ കത്തി നശിച്ചവയിൽ ഉൾപ്പെടുന്നു. മാർക്ക് ഹാമിൽ, യുജീൻ ലെവി തുടങ്ങിയവർക്ക് വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടി വന്നു. 1976-ലെ ഭീകര ചിത്രമായ കാരി ഉൾപ്പെടെയുള്ള സിനിമകളിലെ പാലിസേഡ് ചാർട്ടർ ഹൈസ്കൂളും കത്തിയവയിൽ ഉൾപ്പെടുന്നു. 7500-ലേറെ അഗ്നിരക്ഷാ പ്രവർത്തകർ തീ കെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ്. വരണ്ട കാറ്റാണ് തീ കെടുത്താൻ പ്രയാസമാക്കുന്നത്. കാലിഫോർണിയയിലും പരിസരങ്ങളിലും നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ലോസ് ആഞ്ചലസിൽ എത്തിയിട്ടുണ്ടെന്നും കാറ്റ് വെല്ലുവിളിയാണെന്നും മേയർ കാരൻ ബാസ് പറഞ്ഞു. ഒട്ടേറെ ഹോളിവുഡ് കമ്പനികൾ ചലച്ചിത്ര നിർമ്മാണം നിർത്തിവെച്ചു. പസഡേനയ്ക്കും പസഫിക് പാലിസേഡിനും ഇടയിലുള്ള തീം പാർക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് തൽക്കാലത്തേക്ക് അടച്ചു.